ആകെ ജനസംഖ്യ, വീടുകളുടെ എണ്ണം തുടങ്ങി സുപ്രധാന സാമ്പത്തിക സാമൂഹിക ഘടകങ്ങൾ പരിഗണിച്ച് 2023 ISRO ദേശീയ തലത്തിൽ തയ്യാറാക്കിയ മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗ് ഒന്നാമതായിരുന്നു. 17 സംസ്ഥാനങ്ങളിലെ 147 ജില്ലകളുടെ പട്ടികയാണ് ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ ഇന്ത്യയുടെ മണ്ണിടിച്ചിൽ അറ്റ്ലസിൽ ഉള്ളത്. തൃശൂർ 3-ാം സ്ഥാനത്തും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ യഥാക്രമം 5, 7, 10 എന്നീ സ്ഥാനങ്ങളിലുമാണ് ഉണ്ടായിരുന്നത്. ഇടുക്കി ആവട്ടെ 18-ാം സ്ഥാനത്തായിരുന്നു. പശ്ചിമഘട്ട മലനിരകളാണ് മണ്ണിടിച്ചിലിന് ഏറെ സാധ്യതയുള്ള പ്രദേശമായി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഹിമാലയൻ പ്രദേശങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ മണ്ണിടിച്ചിൽ കുറവാണെങ്കിലും കേരളത്തിൽ ജനസാന്ദ്രത കൂടിയിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ ദുരന്തം ജനങ്ങളെ കൂടുതൽ ബാധിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞ വയനാട് 13-ാം സ്ഥാനത്തായിരുന്നു. ഇടുക്കി ആവട്ടെ ഈ ലിസ്റ്റിൽ 18-ാം സ്ഥാനത്താണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ISROയുടെ ഈ ലിസ്റ്റിനെയെല്ലാം മറികടന്നിട്ടാണ് വയനാട്ടിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ എടുത്ത ഈ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്നത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത് ബോംബ് സ്ഫോടനത്തിൽ തുല്യമായ അവസ്ഥയിലാണെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത്. കൂറ്റൻ പാറക്കെട്ടുകൾ തകർന്നു തെറിച്ചത് ആഘാതം വർദ്ധിപ്പിച്ചു. ചാർണോക്കൈറ്റ് വിഭാഗത്തിലുള്ള പാറകളാണ് ഈ പ്രദേശത്തെ കുന്നുകളുടെ പ്രത്യേകത. തുടർച്ചയായ മഴയിൽ ഈ പാറയിലെ വിടവുകളിലൂടെ വെള്ളം നിറഞ്ഞു. അവസാനത്തെ 2 ദിവസം കൊണ്ട് 60 സെന്റിമീറ്ററോളം മഴ പെയ്തതോടെ പാറയ്ക്കുള്ളിൽ സംഭരിക്കാവുന്ന വെള്ളത്തിന്റെ പരിധി കവിഞ്ഞു. ഈ കടുത്ത സമ്മർദ്ദത്തിൽ കൂറ്റൻ പാറകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കിലോമീറ്ററുകളോളം ദൂരത്തിൽ വെള്ളത്തോടൊപ്പം പാറക്കഷ്ണങ്ങളും തെറിച്ചു വീണത് ആഘാതം പല മടങ്ങ് വർദ്ധിപ്പിച്ചു. 40 വർഷം മുൻപ്, അതായത് 1984 മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയിരുന്നു. ആ ദുരന്തത്തിൽ മരണത്തിന് കീഴടങ്ങിയത് 15 പേരായിരുന്നു. മണ്ണിടിഞ്ഞും റോഡ് തകർന്നും യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതെ അന്നും രക്ഷാപ്രവർത്തനം വേറെ ക്ലേശകരമായിരുന്നു. അക്കാലത്ത് ഗോത്ര വിഭാഗക്കാരാണ് ഈ പ്രദേശത്ത് കൂടുതലായി താമസിച്ചിരുന്നത്. മരിച്ചവരിൽ 11 പേരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അന്ന് ആ ദുരന്തത്തിൽ കാണാതായവരുടെ കൃത്യമായ കണക്ക് ഇന്നും അധികൃതരുടെ കൈവശമില്ല. അതിനുശേഷവും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 2018, 2019 പ്രളയകാലങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട്. 2019 വൻ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കൈ. 2020 ഓഗസ്റ്റ് 8 മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ 2 വീടുകളാണ് തകർന്നത്. അന്ന് സമീപവാസികളെ നേരത്തെ ഒഴിപ്പിച്ചതിനാൽ ജീവഹാനി ഉണ്ടായില്ല. ഓരോ ഉരുൾപൊട്ടലിന് ശേഷവും വിദഗ്ധ സംഘങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാറുണ്ടോ? കവളപ്പാറയിലും പുത്തൂർമലയിലും ദുരന്തത്തിന് ശേഷം യുണിസെഫ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി സംഘം നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇനിയൊരു ദുരന്തത്തിന് കേരളം സാക്ഷിയാവാതിരിക്കാൻ ഭൂവിനിയോഗത്തിന് സമഗ്ര നയം രൂപപ്പെടുത്തി നടപ്പാക്കണം. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിവേഗത്തിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് പരിശീലനം നൽകണം. റെഡ് അലേർട്ടിനായി കാത്തിരിക്കാതെ ഓറഞ്ച് അലേർട്ടിൽ തന്നെ ജനങ്ങളെ സജ്ജരാക്കണം. ഇനിയൊരു പ്രകൃതി ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.